എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2025 ഏറ്റവും നല്ല ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി. അപ്പോൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും നല്ല ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് ഈ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് എന്താണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിറ്റി ഫണ്ടാണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ എനി മാർക്കറ്റ് ക്യാപ് സെഗ്മെൻറ്റ്, ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ലാർജ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഓക്കെ, അതായത് ഫണ്ട് മാനേജർ ക്യാൻ ചേഞ്ച് ദ അലോക്കേഷൻ ഓഫ് ദ ഫണ്ട് ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് കണ്ടീഷൻ. അതായത് ഫണ്ട് മാനേജറിന് ഫുൾ ഫ്രീഡമാണ്. മാർക്കറ്റിൻ്റെ കണ്ടീഷനും ഓപ്പർച്യൂണിറ്റിയും വാലുവേഷനും ഒക്കെ നോക്കി ഫണ്ട് മാനേജറിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫണ്ട് ലാർജ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫണ്ട് മാനേജർ നല്ലതാണെങ്കിൽ നല്ല റിട്ടേൺ തരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാർജ് ക്യാപ് ഫണ്ടാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പിൽ തന്നെ നമുക്ക് 80-100% ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. മിഡ് ക്യാപ്പ് ആണെങ്കിൽ 65-100% മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ 65-100% കമ്പൽസറി ആയിട്ട് സ്മോൾ ക്യാപ്പിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ലാർജ് ആൻഡ് മിഡ് ക്യാപ് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പിൽ 35-65% അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ 35-65% ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. മൾട്ടി ക്യാപ് സെഗ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് മിനിമം 25% ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പിൽ 25%, സ്മോൾ ക്യാപ്പിൽ 20% മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ബട്ട് ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ എന്താണ്, നമുക്ക് മിനിമം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് 65% ഉണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ലാർജ് ക്യാപ്പിൽ വേണമെങ്കിൽ 0 മുതൽ 100% വരെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. മിഡ് ക്യാപ്പിൽ വേണമെങ്കിൽ 0 തൊട്ട് 100% വരെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. സ്മോൾ ക്യാപ്പിൽ വേണമെങ്കിൽ 0 തൊട്ട് 100% വരെ ഇൻവെസ്റ്റ് വരാം. അതായത് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഫണ്ട് മാനേജർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തമായിട്ടുള്ള ഡിസിഷനോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് മിഡ് ക്യാപ്പിൽ, കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ ക്യാപ്പിൽ, എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും മനസ്സിലാക്കുക. ഇനി നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഫ്ലെക്സി ക്യാപ്പ് എവിടെ എന്താണ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. അതായത് ഇത് പൊട്ടൻഷ്യൽ റിസ്ക്, പൊട്ടൻഷ്യൽ റിട്ടേൺ. അപ്പോൾ നമുക്ക് ഇവിടെ റിട്ടേൺ റിസ്ക് കൂടി വരുന്നു, അതുപോലെ തന്നെ റിട്ടേണും ഇവിടെ കൂടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സെൻട്രലത്തെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ലാർജ് ക്യാപ്പ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പ് സെക്ടറിനെ വെച്ച് നോക്കുമ്പം, ഫണ്ടുകളെ വെച്ച് നോക്കുമ്പം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പൊട്ടൻഷ്യൽ റിവാർഡും ഉണ്ട്. റിസ്ക് ഉണ്ട്, റിവാർഡും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കാറ്റഗറിയാണ്. അപ്പം നമുക്ക് ചെറിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണ് എങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതകളുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കുറച്ച് റിസ്ക് കുറവ് കാണുന്നത് എന്താണ്, ലാർജ് ക്യാപ് ഫണ്ടിലാണ് ഏറ്റവും കുറച്ച് റിസ്ക്. ഏറ്റവും കൂടുതൽ റിസ്ക് എവിടെയാണ്, തീമാറ്റിക് സെക്ടർ ഫണ്ടുകളിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. റിട്ടേണും കൂടുതൽ തീമാറ്റിക് സെക്ടർ ഫണ്ടുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഏറ്റവും നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് പിക്ക് ചെയ്യുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും മറ്റ് കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കാണാൻ സാധിക്കും. എബിലിറ്റി ടു അഡാപ്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, മോർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മളൊരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് റോളിംഗ് റിട്ടേൺ. ഈ മ്യൂച്വൽ ഫണ്ട് റോളിംഗ് റിട്ടേൺ, it is average annual return over multiple period of time. It provides a continuous view of fund performance. അതായത് റോളിംഗ് റിട്ടേൺസ് നമുക്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതായത് ഒരു ടൈം ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2013, 2015, അപ്പോൾ 2 വർഷത്തെ റോളിംഗ് റിട്ടേണിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2013 ജനുവരി മാസം എന്താണോ ഫണ്ടിൻ്റെ NAV അത് 2015 ജനുവരി മാസത്തെ NAV ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം എത്രമാത്രം റിട്ടേൺ തന്നിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ 1 by 1 ആയിട്ട് 2013 ജനുവരിയിലെ 6-ാം തീയതിയിലത്തെ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം 2015 ജനുവരി 6-ാം തീയതിയിലെ NAV തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം എത്ര റിട്ടേൺ കിട്ടിയെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് ഡേയ്സുമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവറേജ്
റിട്ടേൺ കിട്ടുന്നു. അതാണ് നമ്മുടെ റോളിംഗ് റിട്ടേൺ. അതായത് റോളിംഗ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 1 ബൈ 1 ആയിട്ട് കമ്പയർ ചെയ്ത് ഡേറ്റുകൾ തമ്മിൽ 2 ടൈം പീരീഡുകൾ തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം അത് ആവറേജ് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് നമ്മുടെ റോളിംഗ് റിട്ടേൺ. ലോങ്ങർ റോളിംഗ് റിട്ടേൺ പീരീഡ് ബെറ്റർ ഇസ് ടു ഗെറ്റ് കൺസിസ്റ്റൻസി. അതായത് ഒരു വർഷത്തെ റോളിംഗ് റിട്ടേണിനേക്കാളും കൂടുതൽ കൺസിസ്റ്റൻസി നമുക്ക് 2-3 വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസിന് നമുക്ക് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റോളിംഗ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAGR ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് റോളിംഗ് റിട്ടേൺ. നമുക്ക് ഒരു ഫണ്ട് മറ്റൊരു ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നല്ല റോളിംഗ് റിട്ടേൺ തന്ന ഒരു ഫണ്ടാണെങ്കിൽ ആ ഒരു ഫണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും പിക്ക് ചെയ്യുന്നത് എപ്പോഴും അനുയോജ്യമാണ്. ഇനി നമ്മൾ സോട്ടേനിയർ റേഷ്യോ ഉണ്ട്. അപ്പം ഈ സോട്ടോണിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. ഇവാലുവേറ്റ് ദ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോക്കസ് ഓൺ ദ ഡൗൺ സൈഡ് റിസ്ക് ഓഫ് എ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള എത്ര ചാൻസ് ഉണ്ട്, അതാണ് സോട്ടോണിയർ റേഷ്യോ കാണിക്കുന്നത്. എത്ര റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കിവിടെ സോട്ടോണിയർ റേഷ്യോ എത്ര കൂടുതലാണോ അത്രയും നല്ലതാണ്. അപ്പോൾ 0 to 1 ആണ് സബ് ഓപ്റ്റിമലാണ്. 1 കൂടുതലാണെങ്കിൽ ഗുഡാണ്, 2 കൂടുതലാണെങ്കിൽ വെരി ഗുഡ്, 3 കൂടുതലാണ് എക്സലൻറ്റ്. അപ്പോൾ നമുക്ക് സോട്ടോണിയർ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഷാർപ്പ് റേഷ്യോ ഉണ്ട്. ഇത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ഓഫ് എ മ്യൂച്വൽ ഫണ്ട്. അതായത് കമ്പയർ ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഇറ്റ്സ് റിസ്ക്. അതായത് നമ്മൾ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് റിസ്കിന് അനുസരിച്ച്. അതായത് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തിട്ട് കുറച്ച് റിട്ടേൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് പോരാ. പകരം നമ്മൾ ചെറിയ റിസ്ക് എടുത്ത് കൂടുതൽ റിട്ടേൺ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലതാണെന്ന്. അപ്പോൾ ഷാർപ്പ് റേഷ്യോ 1 കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ആസ് എ ഗുഡ് ഇൻവെസ്റ്റർ ആൻഡ് 2 കൂടുതലാണെങ്കിൽ വെരി ഗുഡ്, 3 കൂടുതലാണ് എക്സലൻറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ടിക്കർ ടൈപ്പിൽ പോയിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഫ്ലെക്സി ക്യാപ്പിലെ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താണ് ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറി എന്താണെന്നും ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിലുള്ള ഫണ്ട് പിക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സും ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ടോട്ടലായിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിൽ നിന്ന് 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്സും 1 by 1 ആയിട്ട് ഓരോ മ്യൂച്വൽ ഫണ്ടും ഔട്ട് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഇവിടെ ടിക്കർ ടൈപ്പിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ക്രിയേറ്റ് സ്ക്രീനർ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 1559 ഫണ്ട്സ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ടിക്കർ ടൈപ്പിൽ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഒരു ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിലെ ഫണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ളതിൽ പോകാം. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ കാറ്റഗറി ഫ്ലെക്സി ക്യാപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇക്വിറ്റിയിൽ നമ്മൾ എവിടെയാണ് വരേണ്ടത്? ഇക്വിറ്റിയിൽ ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറി സെലക്ട് ചെയ്തു. അതിനുശേഷം ഒന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 93 ഫണ്ട്സാണ് നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 1 by 1 ആയിട്ട് അതിൻ്റെ പേര് കാണാൻ സാധിക്കും. ഇതെല്ലാം ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിലുള്ള ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ഒരു ഫണ്ട് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എത്രയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കാം. നമുക്ക് ഹൈ മാർക്കറ്റ് ക്യാപിറ്റലുള്ള മ്യൂച്വൽ ഫണ്ട്സുകൾ മാത്രം പിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഫിൽറ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 93-ൽ നിന്ന് 21 മ്യൂച്വൽ ഫണ്ടുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇത്രയും മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്കിനി ബാക്കിയുള്ളത്. ഇനി നമുക്ക് CAGR 3 year CAGR നമുക്ക് ഹൈ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ പിക്ക് ചെയ്യാം. CAGR ഹൈ ആയിട്ടുള്ളത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും 14 മ്യൂച്വൽ ഫണ്ടുകളാണ് ബാക്കി വന്നിരിക്കുന്നത്. ഇനി ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ഹൈ എന്ന് പറയുന്നത് 1.7 to 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് എത്രയാണ്? 0 to 1 വരെ പോകാം. അതിന് മുകളിലേക്കുള്ള എക്സ്പെൻസ് റേഷ്യോ നമുക്ക് വേണ്ട ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അപ്ഡേറ്റ് ഫിൽറ്റർ കൊടുക്കാം. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു മ്യൂച്വൽ ഫണ്ട് പറഞ്ഞിട്ടുണ്ട്. 13 മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് മാനേജറിന് ഓരോ വർഷവും കൊടുക്കേണ്ട ഒരു റേഷ്യോ എക്സ്പെൻസ് ആണ്. അതായത് നമുക്ക് ഫണ്ട് മാനേജറിന് കൊടുക്കേണ്ട ഒരു ഫീസ്. അപ്പോൾ അത്ര ഏറ്റവും കുറഞ്ഞു വരുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് കുറച്ച് ഫിൽറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 10 year CAGR കൊടുക്കാം, 5 year CAGR കൊടുക്കാം. അതുപോലെ തന്നെ 3 year ആവറേജ് ആനുവലൈസ്ഡ് റോളിംഗ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റേഷ്യോസ് ഷാർപ്പ് റേഷ്യോ കൊടുക്കാം, സോട്ടനി റേഷ്യോ കൊടുക്കാം.
നമ്മൾ 10 ഇയർ CAGRലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 10 ഇയർ CAGR നമ്മൾ ഹൈ കൊടുക്കുന്നു. ഹൈ 11% തൊട്ടാണ് പോകുന്നത്. ബട്ട് നമ്മൾ 15%ലേക്കാകുന്നു. മിനിമം 15% ഓരോ വർഷവും ആനുവലൈസ്ഡ് റിട്ടേൺ തന്ന ഫണ്ടുകൾ മാത്രം മതി. 10 ഇയർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ 5 ഇയർ നമുക്ക് അതും ഹൈ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി 3 ഇയർ ആവറേജ് ആനുവലൈസ്ഡ് റോളിംഗ് റിട്ടേൺ അത് നമ്മൾ ഹൈ കൊടുക്കുന്ന ഫണ്ടുകൾ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എത്ര ഫണ്ടുകൾ ബാക്കിയുണ്ട്? നമുക്ക് 6 ഫണ്ടുകളാണ് നമുക്ക് ബാക്കിയുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലെ ടോപ്പ് 6 ഫണ്ട്സിലേക്ക് വന്നിട്ടുണ്ട്. പരാഗ് പാരി, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, മോട്ടിലാൽ ഓസ്വാൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, കൊണ്ട് ഫ്ലെക്സി ക്യാപ്, ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഇത്രയും ഫണ്ടുകളിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു കാറ്റഗറി, ചെറിയൊരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാർപ്പ് റേഷ്യോ എന്താണ് പറഞ്ഞത്? നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹൈ ഇട്ട് കൊടുത്തു ടിക്കർ ടൈപ്പിൻ്റെ രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ എന്താണ്, നമുക്ക് ഫണ്ടുകളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഷാർപ്പ് റേഷ്യോ എന്ന പാരാമീറ്റർ നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം സോർട്ടൈനറി റേഷ്യോ ഹൈ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ഈ എല്ലാ ഫണ്ടുകളുടെയും സോർട്ടൈനറി റേഷ്യോ ഇതിലും കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സോർട്ടൈനറി റേഷ്യോ, ഷാർപ്പ് റേഷ്യോ നമുക്ക് ഈ ഒരു 6 ഫണ്ടുകളിൽ നമുക്ക് ടോട്ടലായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും നല്ലൊരു ഫണ്ട് പിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇത്രയാണ് ഈ ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലെ ടോപ്പ് 6 ഫണ്ട്സ്. നമ്മൾ പാസ്റ്റ് പെർഫോമൻസും ബാക്കിയുള്ള ഡേറ്റാസും കളക്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഫണ്ടുകളാണ് നമുക്ക് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫണ്ടുകളായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഫണ്ടുകളുടെ പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ച് ഞാനിവിടെ ഒരു റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിംഗ്സ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു കാറ്റഗറി, നല്ലൊരു ഫണ്ട് പിക്ക് ചെയ്യാൻ എളുപ്പമാകും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ഫണ്ടാണ് പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടും HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ സ്റ്റാർ റേറ്റിംഗ് വെച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ഇയർ CAGR നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്ന ഫണ്ട് ഏതാണ്? നമുക്ക് ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ടും HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടുമാണ്. നമുക്ക് 27% 3 ഇയർ ആനുവലൈസ് റിട്ടേണും, അതുപോലെ തന്നെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് 24% തന്നിട്ടുണ്ട്. നല്ല റിട്ടേൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് 5 ഇയർ CAGR നോക്കുകയാണെങ്കിൽ നമുക്ക് ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ട് കൊണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് 32% തന്നിട്ടുണ്ട് 5 ഇയറിൽ. അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന 2 ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ട് 25%, നമുക്ക് പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് 25% തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും നല്ല പെർഫോമൻസ് ആണ്. ഓരോ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. ഇനി 10 ഇയർ CAGRലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് 10 ഇയർ CAGR. ലോങ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തന്നിരിക്കുന്ന ഫസ്റ്റ് ഫണ്ടാണ് കൊണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതുപോലെ തന്നെ ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ടും 18.53, അതിനൊപ്പം തന്നെ പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടും ഉണ്ട്. ഇനി നമ്മൾ 3 ഇയർ ആവറേജ് ആനുവൽ റോളിംഗ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റോളിംഗ് റിട്ടേൺ തന്നത് ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് 31. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് റോളിംഗ് റിട്ടേൺ. നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ റോളിംഗ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 31% തന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 29% കൊണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടും 27% HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും തന്നിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ച് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകളാണ് നമ്മളെ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് ഏറ്റവും കുറച്ച് എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് ജെയിം ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടും നമുക്ക് പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടും മോശമില്ലാത്ത നല്ലൊരു എക്സ്പെൻസ് റേഷ്യോയിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള അവസരം തരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷാർപ്പ് റേഷ്യോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മോട്ടിലാൽ ഓസ്വാൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് നമുക്ക് നല്ലൊരു ഷാർപ്പ് റേഷ്യോ തരുന്നത്. അതിനൊപ്പം തന്നെ നല്ലൊരു ഷാർപ്പ് റേഷ്യോ തരുന്നതാണ് പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പം ഇവർക്ക് 2 പേർക്കും ഓരോ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ചെറിയ രീതിയിലെടുത്ത് കൂടുതൽ റിട്ടേൺ ഈ ഒരു 2 ഫണ്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സോർട്ടൈനറി റേഷ്യോയിൽ വരുമ്പോഴത്തേനും അവിടെയും നമുക്ക് മോട്ടിലാൽ ഓസ്വാൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടും സോർട്ടൈനറി റേഷ്യോയും വളരെ ഉള്ളതിൽ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി മ്യൂച്വൽ ഫണ്ടിന് സോർട്ടൈനറി റേഷ്യോ ഇവിടെ കുറവാണ്. എന്നാലും കാറ്റഗറിയിൽ ഈ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ സോർട്ടൈനറി റേഷ്യോ ഈ 2 ഫണ്ടുകളാണ് തരുന്നത്. അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലാണ്, മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ചെറിയ രീതിയിലാണ് വീഴുന്നത്. അതാണ് ഇവിടെ സോർട്ടൈനറി റേഷ്യോയും കാണിക്കുന്നത്. ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല, എൻ്റെ ഒരു അനാലിസിസും എൻ്റെ ഒരു സ്റ്റാർ റേറ്റിംഗുമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് സ്റ്റാർ റേറ്റിംഗ് ആരാണ് കിട്ടിയിരിക്കുന്നത്? ഏറ്റവും കുറച്ച് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ആക്ച്വലി അതിന് ഒരു സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മോശമല്ല, എങ്കിലും ടോട്ടലായിട്ട് കമ്പാരിസൺ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു ഫണ്ട് തന്നിട്ടില്ല. ഇനി നമ്മൾ
സെക്കൻഡ് നമ്മൾ 2 സ്റ്റാർ റേറ്റിംഗോട് കൂടി നിൽക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് മോട്ടിലാൽ ഒസ്വാൾ ഫ്ലെക്സിക്യാ ഫണ്ട്. നമുക്ക് 2 സ്റ്റാർ റേറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. അവിടെ എന്താണ് റിസ്ക്കും റിവാർഡും നല്ലൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറവാണ് ഫണ്ടിൽ കാണുന്നത്. ബട്ട് ഇവിടെ 10 ഇയർ CAGR ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് നമുക്ക് അത്ര ഫേവറിൽ വരുന്നില്ല. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ 3 സ്റ്റാർ റേറ്റിംഗിലേക്ക് വരുന്നത് നമ്മുടെ HDFC ഫ്ലെക്സിക്യാ ഫണ്ടാണ്. ഈ ഒരു ഫ്ലെക്സിക്യാ ഫണ്ട് നല്ലൊരു മാർക്കറ്റ് ക്യാപിറ്റലുണ്ട്. അപ്പം 3 ഇയർ CAGR ഓക്കെ, അതുപോലെ തന്നെ 3 ഇയർ ആവറേജ് റോളിംഗ് റിട്ടേൺ ഓക്കെ. ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ ഈ ഒരു ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും 3 സ്റ്റാറാണ് നമുക്ക് ഈ HDFC ഫ്ലെക്സിക്യാ ഫണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെക്സിക്യാ ഫണ്ടിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ 4 സ്റ്റാർ റേറ്റിംഗ്, മോശമില്ലാത്ത നല്ലൊരു സ്റ്റാർ റേറ്റിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്ക് ഷോർട്ട് പീരീഡിൽ നമുക്ക് 5 ഇയറിൽ നല്ല അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ, അതുപോലെ തന്നെ 10 ഇയറിൽ മോശമില്ലാത്ത റിട്ടേൺ, അതുപോലെ തന്നെ 3 ഇയറിൽ ആവറേജ് റോളിംഗ് റിട്ടേൺ, ഈ കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അതായത് ഒരു ഷോർട്ട് പീരീഡിൽ ഈ ഒരു ഫണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മോശമില്ലാത്തൊരു പിക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് JM ഫ്ലെക്സിക്യാ ഫണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഷാർപ്പ് റേഷ്യോയും ഷോർട്ട് റേഷ്യോയും കുറവാണ്. അതായത് റിസ്ക് കുറച്ച് കൂടുതലുണ്ട്. എന്നാലും നമുക്ക് ഷോർട്ട് ടൈമിൽ 3 ഇയർ CAGR മനോഹരം, അതുപോലെ തന്നെ നമുക്ക് 5 ഇയർ CAGR മനോഹരം, അതുപോലെ തന്നെ 10 ഇയർ CAGR മനോഹരം, അതുപോലെ തന്നെ നമുക്ക് 3 ഇയർ ആവറേജ് റോളിംഗ് റിട്ടേൺ അതിമനോഹരം. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ JM ഫ്ലെക്സിക്യാ ഫണ്ട്, അതുപോലെ തന്നെ കൊണ്ട് ഫ്ലെക്സിക്യാ ഫണ്ട്, 2 ഫണ്ടുകളും അതിമനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിമനോഹരമായിട്ട് ഈ ഒരു 2 ഫണ്ടുകളും പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 6 സ്റ്റാർ റേറ്റിംഗുമായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗുമായിട്ട് നമ്മുടെ നമ്പർ 1 കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ് പരാഗ് പാരിക് ഫ്ലെക്സിക്യാ ഫണ്ട്. നമ്മൾ നമ്പർ 1 എന്ന് പറയാൻ കാരണം എന്താണ്, അത് സ്റ്റേബിളായിട്ടുള്ള റിട്ടേൺ തരുന്നുണ്ട്. നമുക്കിവിടെ ഷാർപ്പ് റേഷ്യോ, അതായത് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ നല്ല രീതിയിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോർട്ടിനി റേഷ്യോ, അതായത് നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വളരെ കുറവാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ്. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ മാർക്കറ്റ് വീഴുന്നതനുസരിച്ച് ഈ ഒരു ഫണ്ട് വീഴുന്നില്ല, പതിയെയാണ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണ്, അവിടെ ഡെപ്റ്റ് ഹോൾഡിംഗ് ഇൻവോൾവ് ആണ് കോമ്പോസിഷനിൽ. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കും. നമുക്ക് ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ അകത്ത് കൺക്ലൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഒരു ഏജൊക്കെ കുറവാണ്, 25-30 അവർ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, കുറച്ച് കൂടുതൽ റിവാർഡ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു JM ഫ്ലെക്സിക്യാ ഫണ്ടും കൊണ്ട് ഫ്ലെക്സിക്യാ ഫണ്ടും ഒട്ടും മോശമല്ല, നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. ഫണ്ട് നല്ല രീതിയിൽ പാസ്റ്റ് പെർഫോമൻസ് സൂചിപ്പിക്കുന്ന ഫ്യൂച്ചറിൽ ഇതുപോലെ ഷോർട്ട് പീരീഡിൽ നല്ല റിട്ടേൺ തരാൻ പോസിബിലിറ്റി ഉണ്ട്. അതല്ല ഇനി ലോങ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 10 ഇയർ 15-20 ഇയറിലേക്കാണ് പോകേണ്ടതെങ്കിൽ, പാസ്റ്റ് ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പരാഗ് പാരിക് ഫ്ലെക്സിക്യാ ഫണ്ട് അതിമനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലോടുകൂടി ഏറ്റവും ഈ ഒരു കാറ്റഗറിയിലെ നമ്പർ 1 ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഫണ്ടുകളുടെ കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളും കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോയി കാണാം. അപ്പം ഇത്രയും ഡേറ്റാസ് കളക്ട് ചെയ്ത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലെ നല്ല വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പോട്ടും ഓരോ കാറ്റഗറിയിലുള്ള ഫണ്ടുകളുടെ കൂടുതൽ സമ്മറൈസ് ചെയ്ത് ഇതുപോലൊരു കൺക്ലൂഷൻ പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്, ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും സെബി രജിസ്റ്റേർഡ് ആൻഡ് രജിസ്റ്റർഡ്. ഓക്കെ, ഇവിടെ നമുക്ക് JM ഫ്ലെക്സിക്യാ ഫണ്ട് ഇക്വിറ്റി ഫ്ലെക്സിക്യാ കാറ്റഗറിയാണ്. നമുക്ക് Angel 1 റാങ്കിങ് 3-ാം റാങ്കിങ് തന്നിട്ടുണ്ട്. നമ്മൾ 1 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ നമുക്ക് 36%, ഷോർട്ട് പീരീഡിൽ അതിമനോഹരമായിട്ട് ഫണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 3 ഇയറിലാണെങ്കിൽ നമുക്ക് 27% വെച്ച് ആനുവലൈസ്ഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള വീണ്ടും ഒരു റിട്ടേൺ. 5 ഇയറിലും 25% വെച്ച്, ഓൾ ടൈമിൽ നമുക്ക് 19% വെച്ച്. അപ്പോൾ നമുക്ക് ടോട്ടലി ഈ ഒരു ഫണ്ട് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ ഏജ് 12 വർഷമാണ്, 5000 സംതിങ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലുണ്ട്. എക്സിറ്റ് ലോഡ് 1% ആണ്. ഫണ്ട് മാനേജറിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും, 15 സഞ്ജി ചബാരിയ, 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ക്രിസിൽ റേറ്റിംഗ് 4 സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ റേറ്റിംഗ് 4 സ്റ്റാർ, വാല്യൂ റിസർച്ച് 3 സ്റ്റാർ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മോശമില്ലാത്ത റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. റിസ്ക് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. ഇനി നമ്മൾ ഹോൾഡിംഗ് ബൈ ബാങ്ക്സിലാണ് കൂടുതലായിട്ട് നമ്മുടെ 17% ഇൻവോൾവ് ആകുന്നത്. ബാങ്കിങ് സെക്ടറിലും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലും IT സോഫ്റ്റ്വെയർ സെക്ടറിലും കൺസ്യൂമർ ഡ്യൂറബിൾ, കൺസ്ട്രക്ഷൻ, ഓട്ടോ കമ്പോണൻറ്റ്സ്, കെമിക്കൽ, നമുക്ക് ഇത്രയും സെക്ടേഴ്സിലാണ് നമുക്ക് കൂടുതലായിട്ട് എമൗണ്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ടോപ്പ് ഹോൾഡിംഗ് നമുക്ക് വരുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, സ്റ്റേറ്റ് ബാങ്ക്, ഭാരതി എയർടെൽ, ടെക് മഹീന്ദ്ര. അപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക് പ്രൈവറ്റ് ബാങ്കുകളിലാണ് കൂടുതലായിട്ടും
എമൗണ്ട്, നമ്മുടെ കൂടുതലായിട്ടുള്ള എമൗണ്ട് ഇൻവോൾവ് ആകുന്നത് ഈ ഒരു ഫണ്ടിൽ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫണ്ടിലേക്ക് പോകാം, നമ്മുടെ കൊണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം. നമ്മൾ കൊണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഇതും ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലുള്ള ഫണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് 1 ഇയർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 17% വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം കറൻറ്റ് മാർക്കറ്റ് ഒരു കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ വോളറ്റൈലാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട്. നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഫണ്ട് നല്ല റിട്ടേൺ തരാനും കേപ്പബിലിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ താഴോട്ട് പോരാനും സാധ്യതകളുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇത്. നമുക്കിവിടെ 3 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ കണ്ടോ, വലിയ വലിയ ഡിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് കറക്ഷനിലൊക്കെ. അപ്പം അതിൻ്റേതായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പെർഫോം ചെയ്യുവാണെങ്കിൽ അതിമനോഹരമായിട്ട് ഈ ഒരു ഫണ്ട് പെർഫോം ചെയ്യും, നല്ല റിട്ടേൺ തരും. അതേപോലെ തന്നെ മാർക്കറ്റ് വീഴുവാണെങ്കിൽ ആ ഒരു സമയത്ത് മൈനസ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഷോർട്ട് ടൈമിൽ മോശമില്ലാത്ത ഒരു ഫണ്ടാണ്. നമ്മളിതിൻ്റെ റിട്ടേൺ നമ്മൾ 3 ഇയർ 5 ഇയറിൽ നമുക്ക് 32% തന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഷോർട്ട് ടൈം റിട്ടേൺ തന്ന ഒരു ഫണ്ട്. നമ്മൾ ഓൾ ടൈമിലേക്ക് വരുവാണെങ്കിൽ ഓൾ ടൈമിൽ നമുക്ക് 20% തന്നിട്ടുണ്ട്. മോശമില്ലാത്ത നല്ല റിട്ടേൺ തന്ന ഒരു ഫണ്ട് തന്നെയാണ്. ഇനി നമ്മൾ ഫണ്ട് മാനേജറിൻ്റെ ഫണ്ട് ഏജ് 12 വർഷമാണ്. 7300 സംതിങ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ. എക്സിറ്റ് ലോഡ് 1% ആണ്. വാസവ് സഹബ്ഗൽ എന്ന് പറഞ്ഞ ഫണ്ട് മാനേജറാണ്. 7 വർഷമായിട്ടാണ് ഈ ഫണ്ട് നോക്കുന്നത്. റേറ്റിംഗ് മോർണിംഗ് സ്റ്റാർ മാത്രമാണ് 5 സ്റ്റാർ റേറ്റിംഗ് തന്നിട്ടുള്ളൂ. ബാക്കി ക്രിസിലും വാല്യൂ റിസർച്ചും എഞ്ചൽ വണ്ണും ഒന്നും ഇതുവരെ റേറ്റിംഗ് തന്നിട്ടില്ല. ഹോൾഡിംഗ് ബൈ സെക്ടർ ഇവിടെ നമുക്ക് ഫിനാൻസിൽ 12, പവർ, ഡൈവേഴ്സിഫൈഡ്, FMCG, പെട്രോളിയം പ്രൊഡക്ട്സ്, ഓട്ടോ കമ്പോണൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ബയോടെക്നോളജി, ഇൻഷുറൻസ്. അപ്പം അവിടെ ബാങ്ക്സിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽസിലാണ് കൂടുതലായിട്ടും അലൊക്കേഷൻ പോയതെങ്കിൽ ഇവിടെ ഫിനാൻസിലാണ് കൂടുതലായിട്ടും പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കൂടുതലായിട്ട് അവിടെ HDFC ബാങ്ക്, ICICI ബാങ്കിലൊക്കെയാണ് പോയത്. ബട്ട് ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ITC, ബജാജ് ഫിനാൻസ്, സമർദവ്, അദാനി പവർ, ലൈഫ് ഇൻഷുറൻസ്, ജിയോ ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള കമ്പനികളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരെണ്ണം പിക്ക് ചെയ്യാം. ഇനി നമുക്ക് മോസ്റ്റ് ബോട്ട് ടോപ്പ് റേറ്റഡ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട്. നമുക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ നമ്പർ 1 റേറ്റിംഗ് നമുക്ക് ഈ ഒരു ഫണ്ടിന് നമുക്ക് ഏഞ്ചൽ വണ്ണ് കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടൈമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ഇത്രയും നല്ലൊരു റേറ്റിംഗ് കൊടുക്കാൻ കാരണം. ഇനി നമുക്ക് 1 ഇയറിൽ നമുക്ക് എത്രയാണ് മോശമില്ലാത്ത നല്ലൊരു റിട്ടേൺ, 3 ഇയറിൽ എത്രയാണ് നമുക്ക് മോശമില്ലാത്തൊരു ആനുവലൈസ് റിട്ടേൺ. ഇവിടെ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ, അതായത് ഡിപ്പുകൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിപ്പുകൾ മാത്രമേ വരുന്നുള്ളൂ. അതായത് എപ്പോഴും മുകളിലേക്ക് പോകാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ഡിപ്പ് ഉണ്ടാകുന്നു, മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് കറക്ഷനിൽ നോക്കുക. മാർക്കറ്റ് കറക്ഷനിൽ നമ്മളിപ്പോൾ കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇത്രയും താഴെ വന്നിരിക്കുന്നു. ബട്ട് ഇവിടെ എന്താണ്, പരാഗ് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് അതേ റീജിയനിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇവിടെ റിട്ടേൺ ഇച്ചിരി കുറവായിരിക്കും, ബട്ട് റിസ്ക്കും കുറവായിരിക്കും. ഓക്കെ, ഒരു സ്റ്റേബിൾ കൺസിസ്റ്റൻറ്റ് റിട്ടേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. 5 ഇയറിൽ കണ്ടോ, അതിമനോഹരമായിട്ട് ഒരേ ഒരു ലൈനിൽ തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഓൾ ടൈമിൽ 20% ആനുവലൈസ്ഡ് റിട്ടേൺ, അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. ഓക്കെ, എല്ലാവരും ഇൻവെസ്റ്റേഴ്സിന് ഒരു നല്ല ഈ 20% റിട്ടേൺ കിട്ടുവാണെങ്കിൽ അതിമനോഹരമായിട്ട് അവരുടെ പോർട്ട്ഫോളിയോ വളർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫണ്ടിൻ്റെ ഏജ് 11 വർഷമാണ്. 84,640 കോടിയാണ് അതിഭീമനായിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലോട് കൂടിയുള്ള ഫണ്ടാണ്. ഇനി എക്സിറ്റ് ലോഡ് 2% ആണ് കാണിക്കുന്നത്, കൂടുതലാണ് എക്സിറ്റ് ലോഡ്. നമ്മൾ എക്സിറ്റ് ആകാൻ വേണ്ടി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പെട്ടെന്ന് എക്സിറ്റ് ആകാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ളവർ ഈ ഒരു ഫണ്ടിൽ എൻട്രി എടുക്കാതിരിക്കുക, പെട്ടെന്ന് എക്സിറ്റ് ആകാൻ വേണ്ടിയുള്ളവർ. ഫണ്ട് മാനേജർ രാജീവ് താക്കൂർ 11 വർഷത്തെയാണ് എക്സ്പീരിയൻസ് കിടക്കുന്നത് ഇപ്പം നിലവിൽ. ഏഞ്ചൽ റൺ റേറ്റിംഗ് നമ്പർ 1. അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ 5 സ്റ്റാർ, വാല്യൂ റിസർച്ച് 5 സ്റ്റാർ. നല്ല രീതിയിൽ ഒരു റേറ്റിംഗ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾഡിങ്സ് ബാങ്ക്സിൽ, ഡെപ്റ്റ്, അതേഴ്സ്, പവർ, ഫിനാൻസ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ആൻഡ് അതേഴ്സിൽ 17% പോകുന്നുണ്ട്. അതിനകത്ത് ക്യാഷ് ഹോൾഡിങ്സിലും പോകുന്നുണ്ട്, ഡെപ്റ്റിലും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇക്വിറ്റിയിൽ 100% എമൗണ്ട് ഇൻവോൾവ് ആകാതെ ഡെപ്റ്റിൽ ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെപ്റ്റ് ആൻഡ് അതേഴ്സ്. CCIയിൽ 14.9% പോകുന്നുണ്ട്. അതിനുശേഷമാണ് HDFCയിൽ 8.42, പവർ ഗ്രിഡിൽ 7.22, ബജാജ് ഹോൾഡിങ്ങിൽ 6.59, കോയൽ ഇന്ത്യ, ITC, ICICI ബാങ്ക്, HCL ടെക്നോളജി, മാരുതി, ആക്സിസ് ബാങ്ക്. അങ്ങനെ ഇത്രയും ഹോൾഡിങ്സാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഹോൾഡിങ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചെറിയ പോർഷൻസിൽ ഒരുപാട് ഹോൾഡിങ്സ് ഉണ്ട് കമ്പനിയിൽ, ഈ ഒരു ഫണ്ടിൽ.
ഓക്കെ. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെപ്റ്റ് ആൻഡ് അതേഴ്സിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഡെപ്റ്റിൽ ഇവർ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് വീഴുന്ന സമയത്ത് കുറച്ചാണ് ഈ ഒരു ഫണ്ട് വീഴുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കുറച്ചാണ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റിട്ടേൺ തരാനാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഡെപ്റ്റിലും കൂടെ ഇൻവോൾവ് ആണ്. ഇപ്പോൾ പ്രസൻറ്റ് സിനാരിയോയിൽ നമുക്കിതിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 80% സംതിങ് ഇക്വിറ്റിയിലും 20% അടുത്ത് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അതായത് ഈ ഒരു ഫണ്ട് മാനേജർ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി മാർക്കറ്റ് വീഴുന്ന സമയത്ത് കൂടുതലായിട്ട് ഡെപ്റ്റിലേക്ക് ഇൻവോൾവ് ആകുന്നു നമ്മുടെ ക്യാപിറ്റൽ. അതിനുശേഷം മാർക്കറ്റ് ഒരു നല്ലൊരു വാലുവേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡെപ്റ്റിലെ ക്യാഷ് പതുക്കെ ഇക്വിറ്റിയിലേക്ക് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് റിട്ടേൺ തരുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ആവറേജ് റിട്ടേൺ തരുന്നു ഈ ഒരു ഫണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് ടോട്ടലി. അപ്പോൾ ലോങ് ടൈമിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിളായിട്ട് ഒരു ഗ്രോത്താണ് വേണ്ടെങ്കിൽ പാരാഗ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് നല്ലൊരു ഓപ്ഷനായിരിക്കും. അതുപോലെ തന്നെ ബാക്കി ഷോർട്ട് ടൈമിൽ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്താണ് വേണ്ടെങ്കിൽ അതിൻ്റെ ജെയം ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒട്ടും മോശമല്ല. അവിടെ ഇക്വിറ്റിയിലാണ് കൂടുതലായിട്ട് 95% സംതിങ് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇക്വിറ്റിയിൽ തന്നെയാണ് അവർ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത്. അവിടെ റിവാർഡ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. റിസ്ക് കുറച്ചെടുക്കാനും താല്പര്യമുള്ളവർക്ക് ഇത് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു അഡ്വൈസ് അല്ല, ഞാൻ എൻ്റേതായ ഒരു അനാലിസിസ് നടത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടിൽ ഓപ്പൺ ആക്കി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റോക്സിൻ്റെയും ഏഞ്ചൽ ഫണ്ടിൻ്റെയും ഒക്കെ ലിങ്ക് ഉണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം കൂടുതലായിട്ട് ഓരോ കാറ്റഗറിയിലെയും മ്യൂച്വൽ ഫണ്ടുകൾ മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോയി കാരണം ടോട്ടലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് നമ്മൾ ടോട്ടലായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. ഇത്രയും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ടൈം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 1-2 ആഴ്ചകൾ പഠിക്കുക. ഏതെങ്കിലും ഒരു കാറ്റഗറി എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുക. ആ ഒരു കാറ്റഗറി നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഏത് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യണം, കുറച്ച് നാൾ പഠിക്കുക. അതിനുശേഷം നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഏജ്, ഇതെല്ലാം സിറ്റുവേഷൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. ടോട്ടലായിട്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് നമ്മുടെ മൾട്ടി ക്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ടുണ്ട്, അതുപോലെ തന്നെ തീമാറ്റിക് ഫണ്ടുണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് SIP അല്ലെങ്കിൽ ലംസ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു.